ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 രണ്ടാം പകുതിയിൽ വമ്പൻ സിനിമകളുടെ കേരള റിലീസുകളാണല്ലോ അടുത്ത മാസങ്ങളിൽ നാം കാണാനായിട്ടിരിക്കുന്നത്. പൂജ റിലീസായിട്ട് ഇതിനോടൊപ്പം തന്നെ 4 വമ്പൻ സിനിമകളുടെ കേരള ക്ലാഷ് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തമിഴിൽ നിന്ന് 2 സിനിമകൾ, മലയാളത്തിൽ നിന്ന് 2 സിനിമകൾ എന്നിങ്ങനെ 4 വമ്പൻ സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ ക്ലാഷിനായിട്ട് എത്തുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ കങ്കുവ എന്ന സൂര്യയുടെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ പാനന്തൻ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 10 തീയതിയാണ് സൂര്യ ചിത്രം കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂര്യയുടെ 2.5 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത തമിഴ് സിനിമ എന്നൊരു പ്രത്യേകത കൂടി കങ്കുവ എന്ന സിനിമയ്ക്കുണ്ട്. കങ്കുവയ്ക്ക് മുന്നേ തന്നെ ഒക്ടോബർ 10 തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത ഒക്ടോബർ റിലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രജനികാന്ത് സിനിമയാണ് വേട്ടയ്യൻ. ജയ്ഭീം സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളി സാന്നിധ്യമായിട്ട് ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും എത്തുമ്പോൾ അമിതാഭ് ബച്ചനും ഒപ്പം തന്നെ റാണ ദഗ്ഗുബട്ടി കൂടി അന്യഭാഷയിൽ നിന്ന് സാന്നിധ്യമായിട്ട് ഈ തമിഴ് സിനിമയിലുണ്ട്. ഒപ്പം തന്നെ അനിരുദ്ധ സംഗീതം നൽകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുള്ള വേട്ടയ്യൻ എന്ന സിനിമ തിയേറ്ററുകളിലെ നെട്ടിക്കുമോ ക്ലാഷിൽ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് നല്ല റിലീസ് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ പൂജ റിലീസ് നിലവിൽ തിയേറ്ററുകളിലെ കേരള ബോക്സ് ഓഫീസിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ ശോഭന കോംബോയിലെത്തുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന L360. ജെയ്ക്സ് ബിജോയ് ആദ്യമായിട്ടൊരു ലാലേട്ടൻ സിനിമയ്ക്ക് സംഗീതം നൽകുന്നു എന്നൊരു പ്രത്യേകത കൂടി L360 എന്ന സിനിമയ്ക്കുണ്ട്. നിലവിൽ അപ്ഡേറ്റുകൾ ഫസ്റ്റ് ലുക്ക് ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിൽ പോലും പ്രതീക്ഷയുള്ള ലാലേട്ടൻ സിനിമകളിൽ ഒന്നാണ് L360 എന്ന കാര്യത്തിൽ സംശയം വേണ്ട. L360 മലയാളത്തിൽ നിന്നും ക്ലാഷ് റിലീസായിട്ട് എത്തുന്ന മറ്റൊരു വമ്പൻ മലയാളം സിനിമ ബോഗീൻ വില്ല എന്ന സിനിമയാണ്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ ഒപ്പം തന്നെ ഫഹദ് ഫാസിൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ അടുത്തൊരു വമ്പൻ ത്രില്ലർ സിനിമയാണ്. പൂജ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ പ്രതീക്ഷയുള്ള സിനിമയാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിനെല്ലാം തന്നെ വലിയ വരവേൽപ്പാണ് ലഭ്യമായത്. ഒരു പക്ഷേ ഭീഷ്മ പർവം എന്ന സിനിമയിലൂടെ അമൽ നീരദ് എന്ന സംവിധായകനെ നേടിയെടുക്കാനാവാതെ പോയ ആദ്യ 100 കോടി ഈ സിനിമയിലൂടെ നേടിയെടുക്കാനുള്ള സാധ്യതകൾ സിനിമ പോസിറ്റീവ് നേടിയെടുത്താൽ ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും അമൽ നീരദിന്റെ ആദ്യ 100 കോടി സിനിമയായിട്ട് ചിത്രം മാറുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. അപ്പോൾ പൂജ റിലീസുകൾ വമ്പൻ സിനിമകൾ കൊണ്ട് സമ്പന്നമാണ്. L360 ഒപ്പം തന്നെ ബോഗീൻ വില്ല കൂടാതെ കങ്കുവ എന്നീ സിനിമകൾക്ക് തന്നെയാണ് കേരളത്തിൽ കൂടുതൽ പ്രാധാന്യം. അതിൽ കങ്കുവ എന്ന സിനിമയ്ക്ക് ക്ലാഷിനിടയിലും സൂര്യയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന സിനിമയ്ക്ക് കേരളത്തിൽ എത്രത്തോളം മികച്ചൊരു റിലീസ് എല്ലാം തന്നെ ലഭ്യമാകുമെന്ന് നാം ഉറ്റുനോക്കുന്നു. എന്തായാലും അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.